നമുക്ക് അടുത്ത മോണോസാക്കറൈഡ് ആയിട്ടുള്ള ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഈ ഫ്രക്ടോസും ഗ്ലൂക്കോസ് പോലെ തന്നെ C6H12O6 ആണ് അതിൻ്റെ മോളിക്യുലാർ ഫോർമുല. ഗ്ലൂക്കോസിനെ പോലെ തന്നെ C6H12O6 ആണ് ഫ്രക്ടോസിൻ്റെ മോളിക്യുലാർ ഫോർമുല. അത് 6 കാർബൺ ആറ്റംസ് ഉണ്ട്. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർബണിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ല, പകരം ഏതാണ്? ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പായിരുന്നു. C∪O ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഇപ്പുറത്തൊരു ഹൈഡ്രജനും ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഇവിടെ രണ്ട് ഭാഗത്തും കാർബണിലേക്കാണ്. ഈ കാർബണിയൽ ഗ്രൂപ്പിലത്തെ കാർബണിയൽ കാർബണിലെ ബാക്കി 2 വാലൻസി കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു കീറ്റോണിക് ഗ്രൂപ്പാണ്. അപ്പം എന്താണ്? ഫ്രക്ടോസിൽ സെക്കൻഡ് കാർബണിൽ ഒരു കീറ്റോണിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് നമ്മൾ എങ്ങനെ എഴുതുക? D- ഫ്രക്ടോസ് എന്നാണ് എഴുതുക. അപ്പോൾ ഡി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഡി കോൺഫിഗറേഷനാണ്. അതായത് ഡി ഗ്ലിസറാൾഡിഹൈഡിൻ്റെ കോൺഫിഗറേഷന് സിമിലാരിറ്റി ഉണ്ട്. അതായത് ലാസ്റ്റിലത്തെ കാർബണിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർബണിൽ OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, ഡി ഫോമാണ്. അതുപോലെ മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ലേവോ റൊട്ടേറ്ററി ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ലേവോ റൊട്ടേറ്ററി ആണ്. ലേവോ റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക, ലേവോ റൊട്ടേറ്ററി ആണ്. നേരത്തെ നമ്മൾ ഗ്ലൂക്കോസ് പറഞ്ഞ പോലെ തന്നെ ഫ്രക്ടോസും 2 ഐസോമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൽഫ ഫോമും ബീറ്റ ഫോം. അപ്പോൾ നമുക്ക് ഈ ഐസോമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യണതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ല, മറിച്ച് അതിൻ്റെ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ആൽഫ ഫോമും ബീറ്റ ഫോമും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ കാർബണിലത്തെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഈ ഓക്സിജനിൽ ഒരു നെഗറ്റീവ് ചാർജ്, കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ് ചാർജ് ഞാൻ എന്ത് ചെയ്യണു? ഈ CH2OHനെ ഈ സൈഡിലേക്ക് എഴുതിയിട്ട് പോസിറ്റീവ് ചാർജ് ഞാൻ മുകളിൽ കൊടുക്കാൻ പോവുകയാണ്. CH2OH എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ എഴുതി. നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയിട്ടുള്ള CH2OHനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് പോസിറ്റീവ് ചാർജ് ഞാൻ മുകളിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ O- ആണ്, കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇനി അടുത്ത സെക്കൻഡിൽ എന്തുണ്ട്? ഈ ഏറ്റവും താഴത്തുള്ള അതിൻ്റെ മുകളിൽ കിടക്കുന്ന 5th കാർബണിലത്തെ OHലത്തെ ഹൈഡ്രജൻ ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ്. അടുത്തതായിട്ട് എന്താ ചെയ്യുക? ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു. എങ്ങനെയാണ്? ഇവിടുന്ന് ഈ ഓക്സിജനിലത്തെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമുക്ക് സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുക. നമ്മൾ നേരത്തെ ഗ്ലൂക്കോസിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെയാണ് സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുക. അപ്പോൾ ഇനി ഇവിടെ OH ഗ്രൂപ്പ് എവിടേക്കാണ് വന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വന്നത്. അപ്പോൾ ഇത് ആൽഫ ഫോമാണ്, ആൽഫ ഫ്രക്ടോസ് ആണിത്. ആൽഫ D- ഫ്രക്ടോസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഈ OH ഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് വരാം, CH2OH ഇങ്ങോട്ട് വരാം അല്ലേ? OH ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരികയാണെങ്കിൽ അതാണ് ബീറ്റ ഫോം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഓക്സിജൻ വരുന്ന ഇവിടുന്ന് നമുക്ക് നമ്പറിൽ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ റിങ് ഏത് റിങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്സിജൻ തുടങ്ങി നമ്മളൊന്ന് നമ്പർ നോക്കി. 1 2 3 4 5. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് ആണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ ഓക്സിജൻ വരുന്ന 6 മെമ്പേർഡ് റിംഗ് പൈറാൻ ആണ്. അപ്പോൾ പൈറാനുമായിട്ട് സിമിലാരിറ്റി അല്ലെങ്കിൽ പൈറാനിൻ്റെ സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഗ്ലൂക്കോസിനെ നമ്മൾ പൈറാനോസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓക്സിജൻ വരുന്ന ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്സിജൻ വരുന്ന 5 മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂറാൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഫ്യൂറാനിൻ്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്യൂറാനോസ് സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഈ പറഞ്ഞ പോലെ ഓക്സിജൻ, ഇനി എന്തുണ്ട്? അടുത്ത OH, OH, CH2OH അങ്ങനെയാണ്. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ OH താഴെ, CH2OH മുകളിൽ, അടുത്തതിൽ എന്താ പറയുന്നത്? ഹൈഡ്രജൻ ആണ് താഴെ വരുന്നത്. പിന്നത്തേൽ OH ആണ് താഴെ വരുന്നത്. പിന്നെ മുകളിൽ CH2OH, ഇപ്പുറത്ത് ഹൈഡ്രജൻ. അപ്പോൾ ഇതാണ് എന്ത്? ഫ്യൂറാനോസ് സ്ട്രക്ചർ ഓഫ് ആൽഫ D- ഫ്രക്ടോസ്. ഇത് ആൽഫ ഫോമിൻ്റെ ഫ്യൂറാനോസ് സ്ട്രക്ചറാണ്. ഇനി ബീറ്റ ഫോം വരയ്ക്കുമ്പോൾ ബീറ്റ ഫോമിൽ എന്താണ്? ഈ OH2 ഗ്രൂപ്പ് ഈ OH ഗ്രൂപ്പ് ഇപ്പുറത്ത് വന്നു, CH2OH ഇങ്ങോട്ട് വന്നു.
അതല്ലേ? അപ്പോൾ ബീറ്റ ഫോമിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക? ഈ ഒരു OHൻ്റെയും CH2OHൻ്റെയും പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബീറ്റ ഫോമിൻ്റെയും സ്ട്രക്ചർ വരയ്ക്കാം. അതുകൂടി ഒന്ന് വരയ്ക്കാം. ഇപ്രാവശ്യം മുകളിൽ OH വരും, CH2OH താഴെ. ബാക്കി എല്ലാ കാർബണിലത്തെയും ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ. ഇത് എന്താണ്? ബീറ്റ ഫോമാണ്. ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെ ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രക്ടോസിനെ 2 ആൽഫ ഫോമിലും ബീറ്റ ഫോമിലും റെപ്രസെൻ്റ് ചെയ്യാം. ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഫ്യൂറാനോസ് സ്ട്രക്ചറാണ്. കാരണം എന്താണ്? 5 മെമ്പേർഡ് ആയിട്ടുള്ള ഓക്സിജൻ വരുന്ന റിങ് ഫ്യൂറാൻ റിങ് ആണ്. അപ്പോൾ ഫ്യൂറാൻ റിങ് വരുന്നത് അല്ലെങ്കിൽ അതിനോട് സിമിലാരിറ്റി ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ ഫ്യൂറാനോസ് സ്ട്രക്ചറാണ് ഫ്രക്ടോസിനുള്ളത്.